എല്ലാവർക്കും നമസ്കാരം. വണ്ടർകാടമത്തിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേടിനോട് ചേർന്നുള്ള റാണികോവിൽ എന്ന പ്രദേശത്താണ്. നമ്മൾ ഏകദേശം 4 മാസം മുമ്പ് റാണികോവിലിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം അഭിചേട്ടൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു, ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞാൽ 4 മാസമായി. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. 4 മാസം മുമ്പുള്ള ഈ തോട്ടത്തിൻ്റെ അവസ്ഥയും ഇന്നത്തെ ഈ തോട്ടത്തിൻ്റെ അവസ്ഥയും എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വണ്ടർകാടമത്തിൻ്റെ ഗൈഡൻസിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന പാറ്റേൺ അതേപടി ഫോളോ ചെയ്യുന്ന ഒരു തോട്ടമാണിത്. നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ഏകദേശം 4000-ഓളം ഏക്കർ നമ്മൾ ഇതുവരെ നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ 4000 ഏക്കറിലും വൻ വിജയമായിട്ടാണ് നമ്മൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുന്ന തോട്ടങ്ങളിലെല്ലാം നല്ല റിസൾട്ടാണ്, കർഷകർ അതുപോലെ നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അഭിചേട്ടൻ്റെ ഈ തോട്ടം, അദ്ദേഹം ഈ തോട്ടം പരിപാലിക്കുന്ന രീതികൾ നമ്മുടെ ഗൈഡൻസ് വളരെ കൃത്യമായിട്ട് ഒരു പൊടി പോലും മാറാതെ അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ഒരു തോട്ടം കൊണ്ടുപോകുന്നത്, പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിനും നമ്മുടെ ഈ ഗൈഡൻസിനും ഒക്കെ നെഗറ്റീവ് പറയുന്ന അങ്ങനെയുള്ള കുറേ മനുഷ്യർ ഈ ഒരു വീഡിയോ വളരെ കൃത്യമായിട്ട് കാണണം, മാറ്റങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പോകാൻ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക്. ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു 4 മാസം മുമ്പ് നമ്മൾ ഇവിടെ ഇതേ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്ലാന്റ് സപ്ലിമെൻ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു തോട്ടമാണല്ലോ. അതെ. അതിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും ഈ തോട്ടം ഇത്ര മനോഹരമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നിറച്ച് കായായി കിടക്കാനുള്ള കാരണം എന്നാന്നും ഒന്ന് പറയാമോ? ഞാൻ 4 മാസം മുന്നേ ഇവർ എനിക്ക് ഈ പ്രോഡക്റ്റ് തരുമ്പോൾ ആദ്യമേ ഞാൻ യൂസ് ചെയ്തായിരുന്നു. യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കായയുടെ ഒരു സെറ്റിങ്സ് കുറവായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വേരിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ വേരിൻ്റെ പ്രോബ്ലം വന്നപ്പോഴത്തേക്കാണ് എനിക്ക് പ്രോകാർബൺ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, നിങ്ങളുടെ തന്നെ പ്രോകാർബൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എനിക്ക് തന്നത്. ആ പ്രോകാർബ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കായെല്ലാം നല്ലപോലെ സെറ്റിങ്സായി. അത് കഴിഞ്ഞ് പ്രോകാർബ് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കാർഡമം സ്പെഷ്യൽ സ്പ്രേ ചെയ്യുകയും അത് 15 ദിവസം ഇൻ്റർവെല്ലിൽ, ഒരു മാസത്തിൽ 15 ദിവസം ഇൻ്റർവെല്ലിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്യുകയും അതിന് ശരിക്കും നല്ലപോലെ കായ കയറുകയും ചെയ്തു. ഞാനിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മരുന്നടിയാണ്. മരുന്ന് കഴിഞ്ഞ് അന്നേരം തന്നെ വീണ്ടും കാർഡമം സ്പെഷ്യൽ സ്പ്രേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ തോട്ടത്തിൽ എത്ര മാസമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 3 മാസത്തോളം 3 മാസമായതോളം 3 മാസം ആയുള്ളെങ്കിലും പക്ഷേ എനിക്ക് അതിൻ്റെ വ്യത്യാസം നല്ലപോലെ, നിങ്ങളെ കാണലും ചെടി കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. ചെടി നല്ലപോലെ ഭംഗിയായി, കാ നല്ലപോലായി, കാ നല്ല ബോൾട്ടായി. നമ്മൾ ആ പ്രോകാർബ് ഉപയോഗിച്ചതിൻ്റെ വേര് നല്ല റൂട്ട് നല്ലപോലെ ഡെവലപ്പായിട്ടുണ്ട്. ആ റൂട്ട് ഡെവലപ്പ് ആകുന്നതനുസരിച്ച് നമ്മുടെ ശരത്തേൽ കാ കൂടുതലായിട്ട് സെറ്റിങ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റു തോട്ടങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചെടിക്ക് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല അല്ലേ? പക്ഷേ കായ്ക്ക് ഞാൻ കണ്ട ഒരു പ്രത്യേകത പറഞ്ഞാൽ നല്ല ഗ്ലേസിംഗ് ഉണ്ട്, നല്ല വലിപ്പമുണ്ട്. കാ നല്ല ഷൈനിങ് ആണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്ലൈസിങ്, ഒരു പ്രകാശം പെട്ടെന്ന് അടിക്കുമ്പോൾ ഉള്ള ഗ്ലൈസിങ് പോലെ തന്നെ കായ്ക്ക് നല്ല ഗ്ലൈസിങ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ റൗണ്ട് കായ എടുത്ത് ഉണക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് തന്നെ അവർ നമ്മളോട് ചോദിക്കുകയും ചെയ്തു കായയുടെ ആ ഗ്ലൈസിങ് കണ്ടിട്ടേ, അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സ്പ്രേ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനുള്ള ഈ കാർഡമം സ്പെഷ്യലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല സാറേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിലവ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടമാനം വളം ഉപയോഗിക്കുകയും കണ്ടമാനം മരുന്നുകൾ, കണ്ടമാനം ടോണിക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ പൈസ ഒരുപാട്, ഞാൻ കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു കണക്ക് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ കോസ്റ്റ് മൊത്തം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു 3-4 മാസം കൊണ്ട് എൻ്റെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ലാഭമുണ്ട്. മരുന്നടി നോർമലായിട്ട് നമ്മൾ മരുന്നടിക്കേണ്ട അടിക്കണം, ഫംഗിസൈഡ് കൊടുക്കണം. പക്ഷേ നമ്മൾ വേറെ എക്സ്ട്രാ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. കാരണം ഞാനൊരു 17 വർഷമായിട്ട് ഈ കെമിക്കൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 4-5 വർഷമായിട്ട് കടയുണ്ടായിരുന്നു. കട ഞാൻ നിർത്തി. പക്ഷേ എന്നോട് പല ആൾക്കാരും, പല കൺസൾട്ടന്റുമാരും, പല ആൾക്കാരും പല രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും അത്ര ഒരു റിസൾട്ട് എനിക്ക് കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഈ കാർഡമം സ്പെഷ്യൽ ഉപയോഗിച്ചപ്പോൾ എന്നെ പലരും കളിയാക്കുകയൊക്കെ ചെയ്തു. നീ ഇത്ര ഏക്കറല്ലേ ചെയ്യുന്നത്, ഇത്ര ഏക്കർ ഇതിനകത്ത് നീ ഈ കാർഡമം സ്പെഷ്യൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെടിക്ക് എങ്ങനെ കായാകും, ഇത്ര ഏക്കർ നിനക്ക് കവർ ചെയ്യേണ്ടേ. പല ആൾക്കാരും പല രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യമേ കണ്ടപ്പോൾ തൊട്ട് ഞാനത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ആ ഫോളോ അപ്പ് ചെയ്തതിൻ്റെ റിസൾട്ട് എനിക്ക് നല്ലപോലെ എൻ്റെ ചെടിയിലുണ്ട്. നിങ്ങൾക്കത് കാണുകയും ചെയ്യാം.
ഇത് നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്ന് പറയായിരുന്നെങ്കിൽ ഇത് നമ്മുടെ പാമ്പനാട് ഭാഗം റാണികോവിൽ എന്ന് പറയും. പാമ്പനാട് ഭാഗം സ്ഥലമുണ്ട് നമുക്ക്. ഇത് മൊത്തം കൂടെ 30 ഏക്കറോളം വരും. 30 ഏക്കർ വരും. അപ്പൊ ഇതിന്റെ അകത്ത് മൊത്തം ഇത് തന്നെ ഉപയോഗിക്കാം. ഇത് തന്നെ ഉപയോഗിക്കുന്നത്. മൊത്തം മറ്റുള്ള നമ്മൾ കെമിക്കലുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ടോണിക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ വ്യത്യസ്തത കാണാൻ എന്തൊക്കെയാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് ഒരു 100, 130, 120 ഞാൻ പൂ എണ്ണി ഞാൻ ആ പൂ നല്ലപോലെ എണ്ണി ആഴ്ച 130, 150 വരെ പൂവ് ഉണ്ട്. അത് എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ട്. ആ വരുന്ന പൂവ് ഡ്രോപ്പ് ആകുന്നില്ല. ആ ഒരു പൂ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂ സെറ്റായി കായാകുന്നു, സെറ്റായിരിക്കും. നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ നോർമലി കയറി വന്ന ആ വാതിൽ നോക്കിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ആ നിൽക്കുന്ന ചെടിയിലത്തെ ഫ്ലവർ എന്ന കാര്യം. നിങ്ങൾ ആ വീഡിയോ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. ഒരു ചെടിയിൽ ഒരു 100, 150 പൂ ഡെയിലി ഉണ്ട്. ആ വരുന്ന പൂ ഒന്നും സെറ്റാകാതെ പോകുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ മഴയുടെയും കഴിഞ്ഞ ഒരു 10-30 ദിവസമായിട്ടുള്ള മഴയും കാര്യങ്ങളും എല്ലാം കൂടെ വന്ന കാറ്റെല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാ മേഖലയിലും വളരെ തീർത്തും കുറവാണ്. ഞാനും പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാൻ പലയിടങ്ങളിലും ഇറങ്ങി നോക്കാറുണ്ട് കായ ചെടി ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഏരിയയിലും കായില്ല. കായില്ലാതെ നമ്മൾ എന്നെ വിളിച്ച പല ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർഡോ സ്പെഷ്യൽ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് ആൾക്കാർക്ക് അത് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാന്ന് കാര്യം എല്ലാവർക്കും ഈ ടോണിക്കുകളും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചാൽ പെട്ടെന്ന് കായ കയറുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആൾക്കാരിലുണ്ട്. അല്ല ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഒരു തോട്ടത്തിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് എന്തെങ്കിലും ഓരോ മാസവും ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് കടന്നാൽ ഉറക്കം വരികയില്ല. സാറേ അതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിത് ഫസ്റ്റിലെ ഉപയോഗിക്കുമ്പോൾ സാർ എന്നോട് പറഞ്ഞു അബി ചിലവുകൾ ഒരുപാട് കുറയ്ക്കണം, അല്ലെങ്കിൽ നീ മറ്റേ വളം ഇടുന്ന കുറയ്ക്കുക. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാനത് ചെയ്ത് എൻ്റെ അനുഭവം ഞാൻ ചെയ്ത പ്രാക്ടീസും എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഞാനിപ്പം ഈ ഒരു 3-4 മാസമായിട്ട് ഞാൻ വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതാണ് എൻ്റെ തോട്ടത്തിൽ അഴുകൽ കുറവുണ്ട്, അഴുകലില്ല. പിന്നെ ഞാൻ ഈ പ്രോകാർബ് ആദ്യമേ എനിക്ക് തന്ന 5 ലിറ്റർ പ്രോകാർബ് ഉണ്ടല്ലോ, ആ പ്രോകാർബ് ഞാൻ വെറുതെ നമ്മുടെ താഴത്തെ സൈഡ് ചുമ്മാ ഒഴിച്ചു വിട്ടിട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ വെല്ലുമഴ കഴിഞ്ഞിട്ട് ഒരു ഓട പോലെ വെള്ളം ഒഴുകി പോയൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഈ ചകിരിയുടെ നാര് കിടക്കുന്നതല്ല വേര് കിടക്കുന്നത്. ആരും പറയാൻ വിശ്വസിക്കത്തില്ല. ഇപ്പോൾ ഈ പ്രോകാർബ് ഉപയോഗിച്ചിട്ട് അത്രയും പേര് വന്നേക്കുന്നത്. പക്ഷേ ആ പ്രോകാർബ് ഉപയോഗിച്ചത് മാത്രമേ അത്രയും പേരുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത് പ്രോകാർബ് മൊത്തം ഒഴിച്ചു. നമ്മുടെ തോട്ടം മൊത്തം പ്രോകാർബും കാർബൺ സ്പെഷ്യലും കൂടെ കൂട്ടി ഞാൻ 200 മില്ലി ചേർത്ത് മൊത്തം ഒഴിച്ചു. ആ ഒഴിച്ച ഏരിയയെല്ലാം നിങ്ങൾക്ക് കാണാം നല്ലപോലെ അല്ലിവേര് നല്ലപോലെ ആയിട്ടുണ്ട്, നിറച്ച് വേരുണ്ട്. ആ നിറച്ച് വേരായിടത്തെല്ലാം നല്ലപോലെ കായും പിടിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതുമല്ല ഈ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയ്ഡ് ഇല്ല. ഇല്ല അല്ലേ? അപ്പോൾ ശരിക്കും വേരില്ലെങ്കിൽ ഒരു കാരണവശാലും പിടിച്ച് നിൽക്കത്തില്ല. പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അഴുകലില്ലെന്ന് പറഞ്ഞു. അതിന് അങ്ങനെ തോന്നാനുള്ള കാരണം എന്നാ? ഈ അഴുകലില്ലാതെ സാധാരണ എല്ലാ തുടങ്ങിയപ്പോൾ അഴുകലാണ്. സാധാരണ എല്ലാ തോട്ടങ്ങളിലും അഴുകലുണ്ട്. ഞാൻ ശരിക്കും പറയാം നമ്മൾ ആ പ്രോകാർബ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അഴുകലെന്ന് പറയുന്ന സാധനം ഇല്ല. നോർമലി ഒരു തോട്ടത്തിൽ അഴുകലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏരിയ കംപ്ലീറ്റ് അഴുകിയിട്ടുണ്ടാവും തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഒരു പിക്കിങ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അത് സ്പ്രെഡായി എല്ലായിടത്തും പോകും. പക്ഷെ നമുക്ക് അങ്ങനെ അഴുകലില്ല. 1-2 ഇടത്ത് കണ്ടെടുത്ത് നമ്മൾ സ്പോട്ട് ആപ്ലിക്കേഷൻ ചെയ്തു. അതങ്ങനെ അങ്ങ് അവിടെ കൊണ്ട് നിന്നു. ഇപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടെങ്കിൽ അബിയെ ബന്ധപ്പെട്ടാൽ ഈ സാധനം കിട്ടുമോ? കിട്ടുമല്ലേ? വേണ്ടിയവർ നേരിട്ട് ബന്ധപ്പെടാം. വേണ്ടിയവർക്ക് അത്യാവശ്യമുള്ളവർക്കൊക്കെ അത്ര സംശയമുള്ളവർക്ക് തോട്ടം നേരിട്ട് കാണുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ആർക്കും ഇവിടെ ഓൾമോസ്റ്റ് വെൽക്കം. എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം. ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രദേശത്ത് ഏലത്തിൽ ഒരു റാണികോവിൽ അത്ഭുതം വിളയിക്കുന്ന ഒരു വ്യക്തിയായി ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ മാറി ശരിക്കും തോട്ടം കണ്ടാൽ നമുക്കറിയാം. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നേരിട്ട് വിവരിക്കും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച്.
Ooh.